സോ എന്താണ് എപ്പിലെപ്സിയുടെ കാരണങ്ങൾ? കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു റീസൺ ആണ് ജനറ്റികമായിട്ട് വരുന്ന ജനറ്റിക്കൽ കോസസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എപ്പിലെപ്സിയിൽ കണ്ടുവരുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ചില പ്രോബ്ലങ്ങളാൽ നമുക്ക് എപ്പിലെപ്സി വരാം, ഫ്യൂച്ചറിൽ വരാം. നമുക്ക് ജനന സമയത്ത് ഉണ്ടാവുന്ന ഓക്സിജൻ കുറവ് മൂലവും നമ്മുടെ ജനിച്ചു കഴിഞ്ഞ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഡിലേ ആയാൽ സംടൈംസ് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഗ്ലൂക്കോസ് കുറഞ്ഞാലും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ കാണുന്ന ചൈൽഡ്ഹുഡ് എപ്പിലെപ്സീസ് ആണ്. ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു 8 to 10 ഇയേഴ്സിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സീഷേഴ്സ് ആണ്. ബ്രെയിനിലുണ്ടാവുന്ന എൻസെഫലൈറ്റിസ്, ബ്രെയിൻ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുന്ന കാരണങ്ങളാൽ ഉണ്ടാവാം. ഓൾഡർ ഏജ്, കുറച്ച് പ്രായമുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ മെറ്റബോളിക് കോസസുകളാണ് കുറച്ച് കോമൺ. മെറ്റബോളിക് എന്ന് ഉദ്ദേശിക്കുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറവ് ആവുകയും സോഡിയം കുറഞ്ഞാൽ ഹൈപ്പോനെട്രീമിയ ഒരു കോസാണ്. ചില ഡയബറ്റിക് പേഷ്യൻസുകൾ ഇൻസുലിൻ്റെ ഡോസുകൾ കൂടിയാലും നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ കാരണം നമുക്ക് സീഷേഴ്സ് അല്ലെങ്കിൽ എപ്പിലെപ്സി വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്.